പച്ചപ്പ് നിറഞ്ഞ പുതിയ ഇലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ചില സമയത്ത് പൂത്തു നിൽക്കുന്നതായിട്ട് കാണാം. ചില സമയത്ത് പുതിയ ഇലകളൊന്നും ഉണ്ടാകാതെ ഉള്ള ഇലകൾ തിക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. പുറമെ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ തടിയിലും വേരുകളിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പെട്ടെന്നൊന്നും ഉണ്ടാവാറില്ല. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവവും പെരുമാറ്റവും തമ്മിലുള്ള വ്യത്യാസം. സ്വഭാവം ഒരു വ്യക്തിയുടെ തായ്തടിയും വേരുമാണ്. പെരുമാറ്റം ഒരു വ്യക്തിയുടെ ഇലകൾ പോലെയാണ്. ഇവ പരസ്പരം ബന്ധപ്പെട്ടും കിടക്കുന്നുണ്ട്. പെരുമാറ്റം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിച്ചേക്കാം. അതുപോലെ സ്വഭാവം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ കാണപ്പെട്ടേക്കാം. എന്നാൽ എപ്പോഴും അത് അങ്ങനെ ആകണമെന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ പെരുമാറ്റം തൻ്റെ മുന്നിലുള്ള പ്രസന്റ് മൊമെന്റിലെ സാഹചര്യത്തിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ആ സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ താൻ ആ സാഹചര്യത്തിന് അനുകൂലമായി മാറുവാൻ, വഴക്കുവാനും വഴങ്ങുവാനും വേണ്ടി പെരുമാറ്റത്തിന്റെ പാറ്റേണുകളിൽ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരുവാൻ ഒരു മനുഷ്യന് സാധിക്കും. അത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുവാൻ വേണ്ടി ആ വ്യക്തി സ്വയം അറിയാതെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ പെരുമാറ്റം നോക്കിയിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം പൂർണ്ണമായും നമുക്ക് നിർണ്ണയിക്കുവാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് പണ്ടൊരു പഴഞ്ചൊല്ലുള്ളത്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. പെരുമാറ്റം നോക്കിയിട്ട് സ്വഭാവം നിർണ്ണയിക്കാൻ പറ്റില്ല. പെരുമാറ്റവും സ്വഭാവവും തമ്മിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം പെരുമാറ്റം എന്നുള്ളതിന്റെ നിർവചനം എന്താണെന്ന് നോക്കാം. പെരുമാറ്റം എന്നത് ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രതിപ്രവർത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന ആ വ്യക്തിയിൽ മറ്റുള്ളവർക്കും നിരീക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, പ്രതികരണങ്ങൾ, പെരുമാറ്റ രീതികൾ, ഇതൊക്കെയാണ് ഇവ. പെരുമാറ്റത്തിന്റെ ഒരു പ്രത്യേകത, പെരുമാറ്റം ഒരു വ്യക്തി തൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് തന്നെ മാറ്റിയെടുക്കുവാനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ തനിക്കനുസരിച്ച് മാറ്റിയെടുക്കുവാനോ ശ്രമിക്കുന്നതിനെയാണ് പെരുമാറ്റം എന്ന് പറയുന്നത്. പെരുമാറ്റത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അതിന് സ്ഥിരതയില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ പെരുമാറ്റം വ്യത്യാസപ്പെട്ടേക്കാം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി കയർത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ശാന്തനായി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് തിരിച്ചങ്ങോട്ട് കയർക്കാൻ പോകാതെ ഈ വ്യക്തി നിന്നേക്കാം. അങ്ങനെ നിൽക്കുവാൻ പല കാരണങ്ങളും ഉണ്ടായേക്കാം. അതിനൊരു കാരണം ഞാൻ പറയാം. തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്നേക്കാൾ ശക്തനായൊരു വ്യക്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അശക്തനായ വ്യക്തി ആ രംഗം വഷളാക്കാൻ ശ്രമിക്കില്ല. കാരണം ഭയമുണ്ടായിരിക്കും. അതുകൊണ്ട് താൻ അയാളേക്കാൾ ഏതോ ഒരു കാര്യത്തിൽ ചെറുതാണ്, കായിക ശക്തി കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ സ്ഥാനത്തിന്റെ ശക്തി കൊണ്ടോ ധനശക്തി കൊണ്ടോ മറ്റോ ചെറുതാണെന്ന് തോന്നുമ്പോൾ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണത്താൽ ആ ഘട്ടത്തിൽ ആ വ്യക്തിയോട് തിരിച്ചു കയർക്കാൻ പോകാതെ ഇരുന്നേക്കാം, സാധ്യതയുണ്ട്. എന്നാൽ ഇതേ ആൾ തന്നെ തിരിച്ചു കയർക്കാതിരുന്ന ആൾ തന്നേക്കാൾ ചെറിയ ഒരാളുടെ മുന്നിലെത്തുന്ന സമയത്ത്, തന്നിൽ ചെറുത് തനിക്ക് ഇരാന്നാണല്ലോ, തന്നേക്കാൾ ചെറിയൊരു വ്യക്തിയുടെ അടുത്തെത്തുമ്പോൾ തിരിച്ചു കയർക്കുവാനുള്ള സാധ്യത കാണിച്ചേക്കാം. അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ അങ്ങാടി തോറ്റേന് അമ്മയോട് യുദ്ധം എന്നൊക്കെ പറയുന്നത്.